കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കാണുവാനും നമ്മുടെ ഈ പുതിയ ദിവസം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് ആരംഭിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 16 എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 17ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ TV മിനിസ്ട്രിയുടെ പ്രൊഡ്യൂസറായിരിക്കുന്ന ബഹുമാനമുള്ള അദ്ദേഹം നമ്മുടെ പല സംശയങ്ങൾക്കും മറുപടിയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ ഉന്നയിക്കുന്ന ധാരാളം സംശയങ്ങൾ, ധാരാളം ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ, കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. പേരകത്ത് ചെറിയാൻ സ്കറിയ സാർ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമുണ്ട്. എന്നാൽ ഇന്ന് സാറിനോട് ഒരു പ്രധാന ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ കർത്താവായ യേശുക്രിസ്തു ദൈവമാണ് എന്ന് നാം തെളിയിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവമല്ല എന്ന് തെളിയിക്കുവാൻ ആളുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ധാരാളം വാക്യങ്ങൾ എടുക്കാറുണ്ട്. ആ ചില വാക്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചാൽ നന്നായിരുന്നു. അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, നോക്കാം. കർത്താവായ യേശുക്രിസ്തു ആരാണെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കേണ്ട, തിരുവചനം തീരുമാനിക്കും. അത് നമ്മളങ്ങ് എടുത്താൽ മതി, അല്ലേ? അതെ. യെശയ്യാ പ്രവചനം 46-ന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം അതിന്റെ 46-ാം അധ്യായം 9-ാമത്തെ വാക്യം. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. അവിടെ നീക്കട്ടെ. ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വ്യക്തി. അതെ. അപ്പൊ ഈ വ്യക്തി പറയുന്നത് ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ പിതാവല്ലാതെ കർത്താവ് എങ്ങനെ ദൈവമാകുന്നുള്ളതാണ് ചോദ്യത്തിന്റെ. മനസ്സിലായോ? ദൈവം അല്ല എന്ന് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. പിതാവ് പറയുന്നുണ്ട് ഞാനല്ലാതെ വേറെ ദൈവം ഇല്ലെന്നുള്ളത്. പിന്നെ എങ്ങനെ ദൈവമാകുന്നു? അത് തന്നെ ഐ ആം ഇംഗ്ലീഷിൽ പറയുന്നു. ഐ ആം, ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു. അതെ, അല്ലേ? ഇത് വീണ്ടും എന്താണ്? ഒരു നാമം എന്ന് പറയാം, ഒരു ടൈറ്റിൽ എന്ന് പറയാം, ഞാനാകുന്നവൻ, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ അവസാനിച്ച പോലെ ഞാൻ ആകാത്ത ഒരു സമയവും ഇല്ല. ഞാനാകുന്നവൻ എപ്പോഴും പ്രസന്നകാലത്തിലാണ് പറയുന്നത്. ഞാൻ ആകാത്ത ഒരു സമയവും ഇല്ല എന്നുള്ളതാണ്. ദൈവമായിരിക്കുന്നത് തന്നെ ഞാൻ ആകാത്ത ഒരു സമയവും ഇല്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പം ആര് സംസാരിച്ചാലും ഞാനാകുന്നവനെന്ന് സംസാരിക്കുകയാണ്. പിതാവ് ഞാനാകുന്നവനെന്ന് സംസാരിക്കുന്നു. കാര്യം എന്നാന്ന്? പിതാവ് അല്ലാത്ത ഒരു സമയവും ഇല്ലാത്തത് കൊണ്ട്, പുത്രൻ ദൈവമായതുകൊണ്ട് എന്ത് സംസാരിക്കുന്നു? ഈ സംസാരം തന്നെയാണ് ഞാൻ ആകുന്നവൻ. കർത്താവായ യേശുക്രിസ്തുവിനെ ഞാനാകുന്നവൻ എന്ന് പറയുന്നുണ്ടോ? ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് യഹോവ എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതന്നെ. ആ കർത്താവ്, ആ യഹോവ പുറപ്പാട് 3 പറയുന്നുണ്ടല്ലോ, ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു. ഈ പീലാത്തോസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് യേശു പറയുന്നുണ്ട്, ഞാൻ ആകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഞാൻ ആകുന്നവൻ എന്ന് പിതാവ് സംസാരിക്കുമ്പോൾ ഞാൻ ആകുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? ഞാൻ ഇല്ലാത്തൊരു സമയമില്ല. കർത്താവായ യേശുക്രിസ്തുവും ഈ നാമം എടുക്കുന്നുണ്ട്. ഏത്? ഞാൻ ആകുന്നവൻ, ഐ ആം എന്നുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തുവിനെ പറയുന്നുണ്ട്, അല്ലേ? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. യോഹന്നാൻ 8:24. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു എന്താണ് അവകാശപ്പെടുന്നത്? ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് പറഞ്ഞിരിക്കും, മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ ചെന്ന് നോക്കിയാൽ എന്താണ്? I am എന്നാണ്. That I am. I am he. അപ്പം ഇംഗ്ലീഷിൽ നോക്കിയാൽ, പ്രത്യേകിച്ച് കിങ് ജെയിംസ് വേർഷനിൽ നോക്കിയാൽ, ആ ഹി എന്നുള്ള വാക്ക് ഇറ്റാലിക്സ് ാണ് എഴുതിയിരിക്കുന്നത്, ഹി എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആ വാക്ക് അവിടെ ഇല്ല. അത് മനുഷ്യൻ
ഇട്ട് ചേർത്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ അല്ലെന്നിരിയിൽ എന്തോ ഞാൻ ആകുന്നവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്നാണ് അവിടെ പറയുന്നതിന്റെ അർത്ഥം. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു എന്താ അവകാശപ്പെടുന്നു? ഞാൻ ആകുന്നവൻ. പിതാവായ ദൈവവും എന്താണ്? ഞാൻ ആകുന്നവൻ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാല് ഈ ഒരു വ്യക്തി എന്നുള്ളതിന്റെ അർത്ഥം അതിന്റെ ഒരു മേലെഴുത്താണ് ഞാൻ ആകുന്നവൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയെ പറ്റിയല്ല, മറ്റു വേദഭാഗങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യം കാണുവാൻ തക്കണം സാധിക്കുന്നു, അല്ലേ? ഇനി മറ്റൊരു വാക്യം എടുക്കുന്നത് എന്നാണെന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:15 എടുത്ത് വായിക്കാം. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാണ് എന്നാ സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നേ? ആദ്യം ജനിച്ചവൻ, ആദ്യജാവൻ. അങ്ങനെയാണോ എന്റെ അർത്ഥം? അങ്ങനെ ആകണമെന്നില്ല, ആ അർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കണമെന്നില്ല. തെളിയിക്കാൻ പോവാണ്. സങ്കീർത്തന പുസ്തകം 89-ാമത്തെ അധ്യായത്തിന്റെ 20ഉം 27ഉം വായിക്കണം. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. 27ാമത്തെ വാക്യം, ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ശ്രേഷ്ഠനുമാക്കുന്നു. അപ്പം ദാവീദ് ആദ്യജാതനാണോ? അല്ല, അല്ല. ദാവീദ് ഏറ്റവും ഒടുക്കത്തവനാ. പക്ഷെ എങ്ങനെ ആദ്യജാതനാകുന്നത്? എങ്ങനെ? അപ്പൊ ആദ്യജാതൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ് അതിന്, അല്ലേ? ഫസ്റ്റ് ഇൻ റാങ്ക് എന്നാ വാക്കിന്റെ അർത്ഥം, അല്ലെ? ആദ്യം ജനിച്ചവനല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏനാണ് ഫസ്റ്റ് ഇൻ റാങ്ക്. പിന്നെ ഒന്നുകൂടെ വായിച്ചോളൂ. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനാക്കുന്നത് കൊണ്ട് ദാവീദിനെ എന്താണ്? ആദ്യജാതൻ എന്ന് പേര് വിളിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നത്, അല്ലേ? അതെ. കർത്താവായ യേശു ക്രിസ്തുവും സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് എല്ലാം സൃഷ്ടിച്ചതാണെന്ന് ആണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാതെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചവനെന്നല്ല. അങ്ങനെ ഒരു അർത്ഥം വേദപുസ്തകം ഉടനീളം പരിശോധിച്ചാൽ കാണുന്നില്ല, അല്ലേ? സർവസൃഷ്ടിക്കും ആരംഭം കൊടുത്തവനെന്നാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നു. ഇനിയും വെളിപ്പാട് പുസ്തകം 3:14 വായിക്കണം. ഈ വാക്യങ്ങളാണ് എടുത്തുകൊണ്ട് വന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു ദൈവം അല്ല എന്ന് തെളിയിക്കാൻ തക്കണം ശ്രമിക്കുന്നത്. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ. ദൈവ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? അപ്പോഴ് ഈ പിതാവായ ദൈവം കഴിഞ്ഞകാല നിത്യതയിൽ എപ്പോഴോ പുത്രനാകുന്ന ദൈവത്തെ സൃഷ്ടിച്ചു എന്നാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:16 വായിക്കാം. ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവിടുന്ന് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യം സൃഷ്ടിച്ചു എന്നല്ല നമ്മൾ മുമ്പ് വായിച്ച വാക്യത്തിന്റെ അർത്ഥം എന്ന് ഗ്രഹിക്കേണ്ടതാണ് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം, അല്ലേ? സർവസൃഷ്ടിക്കും ആരംഭം കൊടുത്തത് ആരാണ്? അവനിൽ കൂടി സൃഷ്ടിക്കപ്പെട്ടു, അല്ലേ? ഇനി നമ്മൾ സാറിന് മനഃപ്പാഠവാക്യമായിട്ട് അറിയാമായിരിക്കും. യോഹന്നാൻ 1:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയപ്പെടുന്നില്ല. അപ്പൊ ആദിയിൽ പിതാവിനോട് കൂടി ആയിരുന്നു. വായിച്ചു നോക്കൂ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. അവിടുന്ന് ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവിടുന്ന് മുഖാന്തരം ഉളവായി. മുഖാന്തരം ഉളവാക്കി എന്നാണ് ഈ സർവസൃഷ്ടിക്കും ആരംഭമായിട്ട് പറയുന്നതിന്റെ അർത്ഥമെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. അല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ സൃഷ്ടിക്കപ്പെട്ടതാണെന്നൊരു കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ സഹോദരന്മാർക്ക്
കൊടുക്കുമ്പോൾ എന്ത് പറയുന്നു? 1:8 നമ്മൾ വായിച്ചു, ദൈവമേ അതെ നിന്റെ സിംഹാസനം എന്ന് പറയുന്നു അല്ലേ? ആര് വിളിക്കുന്നു? പിതാവായ ദൈവം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്നില്ല. അപ്പം വേദപുസ്തകത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടെ വായിക്കാം. കർത്താവായ യേശുക്രിസ്തു ദൈവം അല്ല എന്ന് സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഭാഗമാണ് എന്താണ്? സദൃശവാക്യങ്ങളുടെ പുസ്തകം 8:22. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം. യഹോവ പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. എന്നെ എന്ന് പറയുന്ന ആരെയാണെന്നാ വ്യാഖ്യാനിക്കുന്നേ? വ്യാഖ്യാനിക്കുന്നു. ഉളവാക്കി. അപ്പൊ ഉളവാക്കിയതാണെങ്കിൽ ആ ഉളവാക്കപ്പെട്ട വ്യക്തി ദൈവമല്ല എന്നാണ് സ്ഥാപിക്കുന്നത്. പക്ഷെ ഇത് അല്ലെന്നെങ്ങനെ ആഗ്രഹിക്കുന്നത്? അതിന്റെ 1-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നത്, ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ. ആരെ പറ്റിയാണ് ഈ പറയുന്ന താഴോട്ട് പറയുന്ന കാര്യം? ആരെ പറ്റിയാണ്? ജ്ഞാനത്തെ കുറിച്ചാണ്. ഈ ദൈവപുത്രനെ കുറിച്ച് അല്ല. അത് തന്നെ. ഇത് ജ്ഞാനത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കുറിച്ചല്ല എന്നുള്ള കാര്യം അല്ലേ? അതങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. കർത്താവ് തന്നെ എന്ത് പറയുന്നു? ഞാൻ ആകുന്നവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരണമാണ് അല്ലേ? അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ. ഇനി നമുക്ക് ഈ പരമ്പരയിൽ ദൈവം എന്നുള്ള ഈ പരമ്പരയിൽ ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. നമ്മൾ പിതാവിനെ പറ്റി പഠിച്ചപ്പോൾ പിതാവ് സർവവും തരുന്ന ഉറവിടമാണെന്ന് മനസ്സിലാക്കി. പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് പല ദൗത്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അല്ലേ? ഇനിയും പരിശുദ്ധാത്മാവെന്ന ദൈവത്തെ പറ്റി കൂടെ അല്പം ചിന്തിച്ചിട്ട് നമുക്ക് ഈ കാര്യം നമ്മൾ ക്ലോസ് ചെയ്യാം. പരിശുദ്ധാത്മാവ്, നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പല സംശയങ്ങളാണ്. ചിലർ പറയുന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഇനി ചിലർ പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമാണ്. കാറ്റ് പോലുള്ള ശക്തി, കാരണം കൊടിയ കാറ്റടിക്കുന്നത് പോലെ അടിച്ചു, അപ്പൊ പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തി മാത്രമാണെന്ന് പറയുന്നവരുമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് തിരുവചനം? അതെങ്ങനെയാണ് തിരുവചനം എന്ത് പറയുന്നു എന്നുള്ള കാര്യമാണ്. ശരി, നമുക്കൊരു താരതമ്യപ്പെടുത്തിയൊരു പഠനം നോക്കാം. ഓക്കെ. ഇനി അത് യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കണം. ദൈവം ആത്മാവാകുന്നു. അവിടെ നിൽക്കട്ടെ. ദൈവം എന്ന് പറയുന്നത് ആരെ പറ്റി അവിടെ പറയുന്നത്? പിതാവായ ദൈവം. ആരാകുന്നു? ആത്മാവാകുന്നു അല്ലേ? ദൈവം ആത്മാവാകുന്നു. അപ്പൊ പിതാവായ ദൈവം ആത്മാവായിക്ക് വ്യക്തിത്വം ഉണ്ടോ? ഉണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ദൈവം ആത്മാവാണെന്ന നിലയിൽ എന്തുകൊണ്ട് വ്യക്തിത്വം ആയിക്കൂടാ എന്ന് ചോദിച്ചാൽ എന്താ പറയും? മറുപടിയില്ലാതെ പോകും അല്ലേ? അപ്പം ഈ ആത്മാവെന്നുള്ള വാക്കിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന് വ്യക്തിത്വം ഇല്ലെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല, സാധ്യമല്ല. ഇനിയും വേറൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ വായിക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ. മറ്റൊരു കാര്യസ്ഥൻ. അപ്പം വേറൊരു കാര്യസ്ഥനുണ്ട്. ഈ കാര്യസ്ഥനാ പറയുന്നത് മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യസ്ഥൻ ആരാ? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പൊ ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് ഒന്നുകൂടെ വായിച്ചോളൂ. ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ. അപ്പൊ ആദ്യത്തെ കാര്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം ഉണ്ടെങ്കിൽ മറ്റേ കാര്യസ്ഥന് എന്തുണ്ടായിരിക്കണം? വ്യക്തിത്വം ഉണ്ടായിരിക്കണം. പരിശുദ്ധ ആത്മാവെന്ന് പറയുന്നത് കൊണ്ട് ഈ ആത്മാവെന്ന് പറയുന്നത് നൂമ എന്ന വാക്കാണ് അതിന്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നൂമ എന്ന് പറയുന്ന വാക്ക് അശുദ്ധാത്മാവിനും ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അശുദ്ധാത്മാവിന് വ്യക്തിത്വം ഉണ്ടല്ലോ. അപ്പൊ ആത്മാവെന്ന് പറയുന്നതുകൊണ്ട് വ്യക്തിത്വം ഇല്ല എന്ന് നിഗമനത്തിൽ എത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 2 ഉദാഹരണങ്ങളായി അല്ലേ? ഒന്ന്, പിതാവായ ദൈവം ആത്മാവാകുന്നു, വ്യക്തിത്വമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കാര്യസ്ഥൻ, ഒരു വ്യക്തിത്വമുണ്ട്. മറ്റൊരു കാര്യസ്ഥൻ വ്യക്തിത്വം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവത്തിന് വ്യക്തിത്വം ഉണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 28:19 വായിച്ചോളൂ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഓക്കെ, അപ്പൊ 3 ആയി. പിതാവിന്റെ നാമം, പുത്രന്റെ നാമം
ഇപ്പം നമ്മൾ നേരത്തെ ചിന്തിച്ച ഒരു കാര്യമായത്, ഒരു നാമം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഉണ്ടായിട്ടാ. അതെ. ഈ വ്യക്തിക്ക് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുതയ്ക്കാണ് നാമമുള്ളത്. അതെ. അല്ലേ? ഇവിടെ നോക്കുമ്പോൾ പിതാവിന് നാമം വ്യക്തിത്വമുണ്ട്, പുത്രന് നാമം വ്യക്തിത്വമുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറയുമ്പോൾ എന്തുണ്ട്? വ്യക്തിത്വം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കുവാൻ തക്കണം സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമാണോ? അപ്പോസ്തല പ്രവൃത്തികൾ 5:3-4 വായിക്കാം. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റേതായ. നിൽക്കട്ടെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം എന്നാ വായിച്ചത് അല്ലേ? ഇനി തുടർന്ന് വായിച്ചോളൂ. മനുഷ്യരോടല്ല. മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം പറഞ്ഞെന്നാണ് പറയുന്നത് എന്റെ അർത്ഥം അല്ലേ? അപ്പം ഈ പരിശുദ്ധാത്മാവിനോട് വ്യാജം ചെയ്തു പറഞ്ഞാല് ദൈവത്തോട്. അപ്പൊ പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണെന്നുള്ള കാര്യം ആ വാക്യത്തിൽ നിന്ന് നമുക്ക് സൂചന ലഭിക്കുന്നു. അങ്ങനെ വിശ്വസിക്കേണ്ടതുമാണ് അല്ലേ? ഇനി മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-32 വായിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ദൂഷണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ദൈവദൂഷണം എന്നാണ്. അപ്പൊ പരിശുദ്ധാത്മാവാകുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ദൂഷണം പറയുന്നതാണ്. പരിശുദ്ധാത്മാവിനോടുള്ള ദൂഷണം എന്ന് പറഞ്ഞാൽ എന്നാ? പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്നുള്ള കാര്യം അവിടുന്ന് വേണമെന്നൊരു മനസ്സിലാക്കാം. ഇനിയും വേണോ? 2 കൊരിന്ത്യർ 13:14 എന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. മൂന്നായി അല്ലേ? ആദ്യത്തെ വ്യക്തിത്വമാണ്. അതെ. പിതാവായ ദൈവത്തിന്റെ ഏതാണ്? വായിച്ചോളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും, രണ്ടിനും വ്യക്തിത്വമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതെ. പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇന്ന് നമ്മൾ തുല്യസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കും. നമ്മൾ ആശീർവാദം പറയുമ്പോഴും തുല്യസ്ഥാനമാണ് അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാകുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തക്കണം. ഇനി വാക്യങ്ങളുണ്ട്, പക്ഷെ നമുക്കിത് വായിക്കാനുള്ള സമയം പോരാല്ലോ. ഇനി പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താണ്? തൃത്വത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താണ്? പരിശുദ്ധാത്മാവാകുന്ന ദൈവം എല്ലാം സാക്ഷാത്കരിക്കുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം എല്ലാത്തിൻ്റെ ഉറവിടം, പുത്രനിൽ മുഖാന്തരം, പുത്രനിൽ കൂടി കാര്യങ്ങൾ ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്ന ക്രിയ ചെയ്യുന്നവരാണ്. പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അത് തന്നെ, പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ ഈ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ താളുകളിൽ തന്നെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ? അത് തന്നെ സാക്ഷാത്കരിക്കും. അപ്പം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചം യഥാർത്ഥത്തിൽ ഉളവാക്കിയത് പരിശുദ്ധാത്മാവ് തന്നെ. തെളിയിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1:35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോഴ് ദൈവമായിരുന്ന യേശുവിനെ മനുഷ്യനാക്കി ട്രാൻസ്ഫോംഡ് ആരാ ചെയ്തത്? പരിശുദ്ധാത്മാവ് അല്ലേ? മറിയയിൽ ഉത്ഭവിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാനുഷികമായ ഉത്ഭവം സാധിക്കപ്പെടുന്നത് ആരിൽ കൂടെയാണ്? പരിശുദ്ധാത്മാവിൽ കൂടെ. കാര്യം എല്ലാം സാക്ഷാത്കരിക്കുന്നത് പരിശുദ്ധാത്മാവ് ആണെന്നുള്ള കാര്യം അവിടുന്ന് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നു അല്ലേ? യോഹന്നാൻ 3:6 വേണമെങ്കിൽ വായിക്കാം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് എന്ന് പറയുന്നത് എന്താണെന്നുണ്ട്? വീണ്ടും സൃഷ്ടി, പുതിയ സൃഷ്ടി. ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയാകുന്ന ആ പ്രവർത്തനം ചെയ്യുന്ന ആരാ? പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. എന്താണ്? പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ് എല്ലാം
സാക്ഷാത്കരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. ഒരു മനുഷ്യനിൽ ഒരു പുതിയ ഹൃദയം സൃഷ്ടിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. അല്ലേ? വായിക്കാം. യോഹന്നാൻ 16:13 വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവനെ എന്ന് പറഞ്ഞ വ്യക്തിത്വം, ഒരു വ്യക്തിയാണ്. അവൻ വന്ന പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അതന്നെ. അപ്പൊ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അല്ലേ? ന്യായവിധിയെക്കുറിച്ചും അതെ, പരിശുദ്ധം. അങ്ങനെ പരിശുദ്ധ ഇങ്ങനെ നമ്മൾ നോക്കിയപ്പോഴ് പിതാവായ ദൈവത്തിന് ഒരു ദൗത്യമുണ്ട്. എന്താണ്? സർവം നൽകുന്നത്, പ്രാർത്ഥിക്കുന്നതും പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് മധ്യസ്ഥൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അല്ലേ? ഇനിയും ഇതെല്ലാം സാക്ഷാത്കരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഞാൻ പറയട്ടെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ ഈ വലത്തെ ഉരത്തിന് ഭയങ്കര വേദനയായിരുന്നു. 2 ഇഞ്ചക്ഷൻ എടുത്തു, എന്നിട്ടും ഒരു കുറവുമില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോകുന്നതിന് ആ ദിവസം രാവിലെ കുളിക്കാൻ കയറി ചെന്നപ്പോൾ പുറമൊന്നും തേക്കാനായിട്ട് അങ്ങോട്ട് ഇത് വഴങ്ങത്തില്ല, ഭയങ്കര വേദന. അപ്പോൾ ഞാൻ അവിടുന്ന് നിലവിളിച്ച് പോയി, കർത്താവേ, സൃഷ്ടായുസ് മുഴുവനും ഈ വേദന കൊണ്ട് ഞാൻ കഴിയണമോ? ഇതിൽ നിന്ന് സൗഖ്യമാക്കി തരണമേ എന്ന് ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. എന്തായി? ഇന്ന് ഈ പുരത്തിന് യാതൊരു വേദനയും ഇല്ല. സ്തോത്രം. ആരാണിത് മാറ്റിയത്? ഈ മാറ്റിയ പ്രവൃത്തി ചെയ്ത പരിശുദ്ധാത്മാവാണ്. പിതാവായ ദൈവം അത് മാറ്റിക്കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പുത്രനിൽ കൂടി പരിശുദ്ധാത്മാവ് സാക്ഷാത്കരിച്ചു. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദൗത്യം എന്താണ്? എല്ലാം സാക്ഷാത്കരിക്കുന്നു എന്നൊരു ദൗത്യമാണെന്ന് മനസ്സിലാക്കുവാൻ തന്നെ സാധിക്കും. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേട്ടത് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. അതുകൂടാതെ യേശുക്രിസ്തു ദൈവമല്ല എന്ന് തെളിയിക്കുവാൻ ആളുകൾ സാധാരണ ഉപയോഗിക്കാറുള്ള വാക്യങ്ങൾ, അവയുടെ വിശദീകരണങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്, പിതാവായ ദൈവം എല്ലാറ്റിൻ്റെയും ദാതാവാണ്, പുത്രൻ മധ്യസ്ഥനാണ്, പരിശുദ്ധാത്മാവ് സകലവും സാക്ഷാത്കരിക്കുന്ന ദൈവമാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ദൗത്യം നമ്മൾ തിരിച്ചറിഞ്ഞു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യന് ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് വെറും ശക്തിയല്ല, അതൊരു വ്യക്തിത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ആ ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയായ തിരുവെഴുത്തുകളെ നമ്മൾ ശരിക്ക് ഗ്രഹിച്ച് നമുക്ക് രക്ഷയ്ക്ക് യോഗ്യരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അടിയങ്ങളിത് അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. എന്നാൽ നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്നും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലവും ഉളവായതെന്നും പരിശുദ്ധാത്മാവിലൂടെയാണ് സകലതിൻ്റെ സാക്ഷാത്കാരമെന്നും അടിയങ്ങളെ ഇന്ന് കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ പുത്രനായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകലവും ചെയ്യുന്നു എന്ന് അടിയങ്ങളെ ഗ്രഹിപ്പിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് വചന ശുശ്രൂഷ ദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ അവിടുത്തെ ദാസനെ കരങ്ങളിൽ എടുത്തതിനായിട്ട് സ്തോത്രം. തുടർന്ന് കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗീയമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നെടുവീർപ്പുകൾ, ദുഃഖങ്ങൾ എല്ലാറ്റിനും പരിഹാരം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ സ്തോത്രം. ഇന്ന് പ്രിയ സാറിലൂടെ കേട്ട സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. അത്ഭുതകരമായി വിട്ടുവയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കിച്ചല്ലോ. ആ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി അടിയങ്ങളിലും വ്യാപരിപ്പാൻ കർത്താവ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ യൂട്യൂബിലും കാണുവാനായിട്ട് സാധിക്കും.
നമുക്ക് ദൈവവചനത്തിൽ വളരുവാനും രക്ഷയ്ക്ക് നമ്മളെല്ലാവരും അവകാശികളായി തീരുവാനും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തും. ദൈവത്തിന് ഒരു സഭയുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ? സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ്? തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747097977. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9747097977. ശ്രീ പേരകത്ത് ചെറിയാൻ സ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തും. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9747097977. ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.